അപ്പോൾ ഈ അമ്മ ചെന്നിട്ട് നോക്കിച്ചപ്പോൾ ആൾ നോക്കിയിട്ട് പറഞ്ഞു, ഈ അച്ഛൻ്റെ ആത്മാവ്, അതായത് അമ്മയുടെ ഭർത്താവിൻ്റെ ആത്മാവ് എടുക്കാൻ യമൻ വന്നപ്പോൾ യമൻ്റെ ദണ്ട് മറന്നു വെച്ചിട്ട് പോയി. ഇനിയും ഈ ദണ്ട് എടുക്കാൻ വേണ്ടി യമൻ ഒരു വരവ് കൂടെ വരുമ്പോൾ മക്കളിൽ ആരെങ്കിലും ഒരാളെയും കൂടെ കൊണ്ടുപോകുന്നു. അമ്മമാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ആരോഗ്യത്തെക്കാൾ, അവരുടെ ആയുസ്സിനേക്കാൾ, അവരുടെ ഭാവിയേക്കാൾ അവർക്ക് ആശങ്കകൾ കൂടുതലുള്ളത് അവരുടെ മക്കളുടെ ഭാവിയെയും അവരുടെ ജീവിതത്തെയും ഒക്കെ കുറിച്ചാണ്. ഒരു അമ്മയോട് നിങ്ങളുടെ മകൻ മരിക്കുമെന്നോ നിങ്ങളുടെ മകൻ എന്തെങ്കിലും കുഴപ്പം വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ അമ്മ ആ സമയത്ത് നിങ്ങൾ പറയുന്ന ലോജിക്ക് ചിന്തിക്കില്ല, ഇൻ്റലക്ച്വൽ ചിന്തയൊന്നും വരില്ല, ഇമോഷണൽ ചിന്ത മാത്രമേ വരുള്ളൂ. അപ്പോഴാണ് ഈ താലിമാലയാണ് കയ്യിലെങ്കിലും അത് ഊരി കൊടുത്തുകൊണ്ട് എന്താണ് പരിഹാരം എന്ന് അവർ തേടും. അങ്ങനെ ഈ അമ്മയെടുത്ത് പറഞ്ഞു, മക്കളിൽ ആരെങ്കിലും ഒരാളെ കൊന്നുകൊണ്ടുപോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ പറഞ്ഞിട്ട് പൈസ വാങ്ങി. പിന്നീടാണ് ഈ അമ്മയെ ഞാൻ എൻ്റെ അടുത്ത് വരികയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. ഇത് പലർക്കും ഒരു അനുഭവം ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ അമ്മ റിയലൈസ് ചെയ്യുന്നത് തന്നെ പറ്റിക്കപ്പെട്ടതാണ് എന്ന്. നമ്മളോട് ഇപ്പോൾ ഓവറായിട്ട് വിശ്വാസമുള്ള ആളുകൾ ഉണ്ടാവാം. നമ്മളോട് വിശ്വാസം പറഞ്ഞിട്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ചൂഷണത്തിന് നിന്നു കൊടുക്കുന്നതും ദൈവനിന്ദയാണ്.